കല്ലൂഷയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോ പാട്ടുപാടിയും കഥകൾ പറഞ്ഞും ഒക്കെയുള്ള വീഡിയോ ആയിരുന്നു എങ്കിൽ ഇത്തവണ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ്. അത് കൂന്തൽ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. കൂന്തൽ ഫ്രൈ അല്ലെങ്കിൽ കൂന്തൽ ഗ്രേവി എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അത് ടേസ്റ്റിയോടുകൂടി ഭക്ഷണം പാകം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുക. അതിനുശേഷം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് കമന്റിൽ രേഖപ്പെടുത്തുക. കൂന്തൽ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ വാങ്ങിയിട്ടുള്ളത് 1/2 കിലോ കൂന്തളാണ്. 1/2 കിലോ കൂന്തളിന് ഇപ്പോൾ വളരെ വില കുറവാണ്. 100 രൂപയേ ഉള്ളൂ 1/2 കിലോ കൂന്തളിന്. അതുപോലെ ഒരു 250 ഗ്രാം വലിയ ഉള്ളിയുണ്ട്. അത് ഇതുപോലെ അരിയണം, നീളത്തിൽ അരിയുക. അതുപോലെ തക്കാളി വേണം, അതുപോലെ പച്ചമുളക് വേണം. അതുപോലെ ഇത് കണ്ടില്ലേ, ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ചതച്ചരച്ചതാണ്. അത് ഇതുപോലെ ചതച്ചരയ്ക്കുക. അതുപോലെ നമുക്ക് വേണ്ടത് മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. അതുപോലെ മല്ലിച്ചപ്പ്, കുരുമുളക് പൊടി, കറാമ്പൂവ്, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. അങ്ങനെ ഇത്തരം സാധനങ്ങളാണ് കൂന്തൽ ഗ്രേവിക്ക് നമുക്ക് വേണ്ടത്. അതുപോലെ വെളിച്ചെണ്ണ വേണം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, MP കമ്പനിയുടെ വെളിച്ചെണ്ണയാണ്. കഴിയുന്നതും നല്ല വെളിച്ചെണ്ണ ആയിക്കോട്ടെ. അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ ഭക്ഷണത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, കൂന്തളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇതിങ്ങനെ ഒരു 60% വേവിച്ചെടുക്കുക. ഏകദേശം അത് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. കൂടുതൽ വേവിക്കരുത്. ഒരു 60% 70% മാത്രമേ ഇത് വേവിച്ചെടുക്കാവൂ. ഞാൻ പറഞ്ഞ ആ വേവിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ 60% വേവിച്ച കൂന്തൽ, ഇതിൻ്റെ മഞ്ഞളുള്ള വെള്ളമൊക്കെ ഒരു അരിപ്പയിലേക്ക് ഇടുക, വെള്ളമൊക്കെ ഒഴിവാക്കുക. അടുപ്പത്ത് പാത്രം വെച്ചതിന് ശേഷം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കരുതിയ ഉള്ളി ഇതിലേക്ക് ഇടുക. അതുപോലെ നമ്മൾ ചതച്ചരച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടുക. ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടണേ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിൽ ഇടുക. നല്ലോണം വഴറ്റി ഇങ്ങനെ എടുക്കുക.
ഉള്ളി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പകുതി വേവാകുന്ന സമയത്ത് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം തക്കാളി ഇടുക. നമ്മൾ കരുതി വെച്ച തക്കാളി ഇടുക. അതുപോലെ കറാമ്പൂ അഞ്ചെട്ടെണ്ണം കറാമ്പൂ ഇട്ടാൽ മതി. വീണ്ടും നമ്മൾ റോസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ വരട്ടി കൊടുക്കുക. ഇത് അടി പിടിക്കാതെ നോക്കണം. കരിഞ്ഞു പോയാൽ ഈ സാധനം ഒരു വസ്തുവിനും പറ്റൂല. അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അതിൻ്റെ അരികിൽ തന്നെ വേണം. അല്ലാതെ നമ്മൾ വേറെ ടൈമിലും പോയി കഴിഞ്ഞാൽ അടി പിടിക്കും, കരിഞ്ഞു പോകും. രണ്ട് നഷ്ടമാണ് നമുക്ക്. നമ്മൾ മെനക്കെട്ട സമയവും നഷ്ടമാണ്. ടേസ്റ്റോട് കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് സാധ്യമല്ല. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വളരെ കരുതലോട് കൂടിയാണ് നമ്മൾ പാകം ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇനി ഒരു നല്ലോണം ചുവപ്പാവുന്ന വരെ ഉള്ളി വഴറ്റിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി, പച്ചമുളക്, നമ്മൾ പച്ചമുളക് എത്തിയില്ല, പച്ചമുളക് കുറച്ചുകൂടെ ഇടണം. നമ്മൾ ചതച്ചരച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ടത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ചമുളക് കൂടി ചേർക്കുക. ഉള്ളിയും തക്കാളിയും ഒക്കെ കറക്റ്റ് വേവിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉള്ളിയെല്ലാം ചുവന്ന് വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൂന്തൽ തിളപ്പിച്ച വെള്ളമില്ലേ, മഞ്ഞപ്പൊടിൻ്റെ വെള്ളം, അത് കുറച്ച് ചേർക്കുക. കൂടുതൽ ചേർക്കരുത്, കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം നമ്മൾ ചേർക്കുക. അതിനുശേഷം ഇത് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാനായില്ല. ഉള്ളി ദേശൂടി ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. അതിനുശേഷം നമ്മൾ ഉപ്പിടുള്ളൂ. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു ഉപ്പ് പാകത്തിന് ഇടുക. കുഴമ്പ് രൂപത്തിലായി വരികയാണ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കറാമ്പൂവിൻ്റെയും ഇഞ്ചിയുടെയും നല്ലൊരു സ്മെല്ല് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇനി നമുക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള ഒരു 60% വേവാക്കിയിട്ടുള്ള കൂന്തൽ ഇതിലേക്ക് ഇടുകയാണ്. ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക. ഞാനിത് മഞ്ഞളിട്ട് ഇത് 60% വേവിച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ, കൂന്തൽ മഞ്ഞൾ ഇട്ട് തിളപ്പിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ വെള്ള കളറായി കിടക്കും. നമുക്കൊരു കഴിക്കാനൊരു ഇതുണ്ടാവില്ല. നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ചുവപ്പിച്ചെടുക്കണം.
ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി മല്ലിച്ചപ്പ്, കുരുമുളക് പൊടി നേരത്തെ ഇട്ട് കഴിഞ്ഞു. മല്ലിച്ചപ്പും കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് മൂടി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം. ഇനി തുറന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കൂന്തൽ ഫ്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മൾ നല്ലൊരു കൂന്തൽ ഫ്രൈ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായി ഗുഡ് ബൈ.